الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العلي العظيم. സൂറത്ത് ഹശറിലെ ഈ അവസാനത്തെ 3 ആയത്ത് അള്ളാഹുവിന്റെ, ഞാനത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു അല്ലെ, അള്ളാഹുവിന്റെ അതിവിശിഷ്ട നാമങ്ങളെ കുറിച്ച്, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അള്ളാഹുവിന് നമുക്കറിയാവുന്ന പോലെ 99 വിശിഷ്ട നാമങ്ങള് ഖുർആനിലും ഹദീസിലും ഒക്കെ കൂടി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും മൊത്തം 99 കൂടി ഒരു സ്ഥലത്ത് പറഞ്ഞ ഒരായത്തുമില്ല. പക്ഷെ ആ 99 നാമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട നാമങ്ങള് പറഞ്ഞ ഒരു ഭാഗം ഇതാണ് കേട്ടാ. പിന്നെ മറ്റൊരു ഭാഗം എന്താണ്, ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി 255 ആയത്താണ് ആയത്തുൽ കുർസി. അതും അതിനേക്കാൾ അപ്പുറം ഏറ്റവും കൂടുതൽ പേരുകൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞ ആയത്തുകളാണ് ഈ സൂറത്തുൽ ഹശറിലെ 22, 23, 24 ആയത്തുകൾ. ഈ പേരുകളൊക്കെ വിശദീകരിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ ക്ലാസ് മതിയാവൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ പറ്റുന്ന മറ്റ് തഫ്സീറുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കണം കേട്ടാ. ഇപ്പൊ നമ്മൾ ഏറെക്കുറെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയാം. അപ്പൊ നോക്കോളൂ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. അപ്പൊ ഇതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ ആയത്ത് ഏതായിരുന്നു? ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ, അല്ലെ? ആ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അള്ളാഹു അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ പർവ്വതത്തെ നിങ്ങൾക്ക് കാണാമായിരുന്നു. അള്ളാഹുവിന് വഴിപ്പെട്ട് അവനോടുള്ള പേടിയാൽ ഇങ്ങനെ വഴങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ഇത് പറയുന്നത്. അപ്പോ അതിന്റെ ഉദ്ദേശം എന്താ? ഈ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരികയും നിങ്ങളുടെ മേൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ, ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, ആ ഖുർആൻ ജീവിതത്തിൽ നടപ്പാക്കുക, ലോകത്ത് നടപ്പാക്കുക, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തം അള്ളാഹു നിങ്ങൾക്ക് ചുമത്തുകയും ചെയ്യുന്ന ആ ദൈവം, ആ അള്ളാഹു, അവൻ എങ്ങനെയുള്ളവനാണെന്ന് നിങ്ങൾക്കൊന്ന് അറിയണ്ടേ? അതാണ് ഞാൻ ഇനി പറയാൻ പോണത്. ഏതൊരു അള്ളാഹുവാണ് ഖുർആൻ അവതരിപ്പിച്ചത്? ഏതൊരു അള്ളാഹുവാണ് പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ആ അള്ളാഹു? നിങ്ങൾ മുഖം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അള്ളാഹു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു അള്ളാഹു, നിങ്ങൾ പേടിച്ച് വരച്ച് അങ്ങനത്തെ ഒരു അള്ളാഹു അല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു അള്ളാഹു. അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണല്ലോ ഖുർആനിലെ ഓരോ സൂറത്തും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാ അധ്യായവും അള്ളാഹുവിന്റെ ഏറ്റവും അതിവിശിഷ്ടമായ നാമം അർ റഹ്മാൻ അർ റഹീമാണ്. അത് തന്നെ ഇവിടെ വരുന്നുണ്ട് ഈ സൂറത്തിന്റെ, അല്ല, ഈ പറഞ്ഞ നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ അവസാനത്തില്, അല്ലെ? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. അർ റഹ്മാൻ അർ റഹീം. അപ്പൊ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വിശേഷണം എന്താണെന്നാൽ അതാണ് ഹുവ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതിന്റെ ഉദ്ദേശം. ഹുവ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോ അതെന്താണ്? ഹുവ എന്താണ് ശരിക്ക്? അറബി ഭാഷയിൽ ലമീർ എന്ന് അതിനെ പറയാം. ലമീർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ അർത്ഥം? ലമീർ എന്ന് പറഞ്ഞാല് പ്രൊനൗൺ. മലയാളത്തിൽ സർവനാമം എന്ന് പറയും. മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇംഗ്ലീഷിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? മലയാളത്തിൽ സർവനാമം എന്നാണ് മലയാളം വ്യാകരണത്തിൽ, ഗ്രാമറിൽ പറയാം. ഗ്രാമറിന്റെ വ്യാകരണം എന്ന് പറയും മലയാളത്തിൽ. മലയാള വ്യാകരണം അനുസരിച്ച് ഹുവ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ ലമീർ ആണ്. അത് സർവനാമം, അതായത് പ്രൊനൗൺ ആണത്. ആ പ്രൊനൗൺ വെച്ചിട്ട് തുടങ്ങാൻ കാരണം എന്താ? ഏത് അള്ളാഹുവാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്? അവന്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ എന്തൊക്കെയാണ്? അവന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്?
ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു അവൻ തന്നെ സ്വന്തത്തെ പരിചയപ്പെടുത്തുകയാണ്. ഹു അല്ലാഹ്, അവനാണ് അള്ളാഹു. ആ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു, ആ സ്വർഗനരകങ്ങൾ സൃഷ്ടിച്ച അള്ളാഹു, നിങ്ങൾ നാളെ കണ്ടുമുട്ടാൻ പോകുന്ന അള്ളാഹു. അള്ളാഹു അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ലാ ഇലാഹ ഇല്ലാഹുവ. ലാ ഇലാഹ, ഒരു ദൈവമില്ല. ഇലാഹ് എന്ന് പറഞ്ഞാല് എന്താർത്ഥം? ഇലാഹ് എന്ന് പറഞ്ഞ അലിഹ. അലിഹ എന്ന പദത്തിൽ നിന്നാണ്, അലിഹ യലഹു എന്ന പദത്തിൽ നിന്നാണ് ഇലാഹ്, അല്ലെങ്കിൽ ഇലാഹ് എന്നുള്ള പദത്തിന്റെ ഫിഅല്, അതിന്റെ വെർബൽ രൂപം അലിഹ എന്നാണ്. അതായത് നമ്മള് ഒരു പ്രയാസം വരുമ്പോ, ഒരു ഭയം തോന്നുമ്പോ, ഒരു ഉത്കണ്ഠ വരുമ്പോ, ഒരു ആങ്സൈറ്റി, ഒരു സ്ട്രെസ് ഒക്കെ വരുമ്പോ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു ശക്തി അങ്ങനെ ഉണ്ടല്ലോ, മറഞ്ഞുകൊണ്ട് സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി, അങ്ങനെയുള്ള ഒരു ശക്തിക്കാണ് ഇലാഹ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ വണ്ടിയിൽ പോവാണ്, ബസ്സോ കാറോ ഒക്കെ, കാറിന്റെ ബ്രേക്ക് പൊട്ടി, ലാ ഖദ്ദറല്ലാ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ സംഭവിക്കാലോ ചിലപ്പോഴൊക്കെ. അപ്പോ ഈ ബ്രേക്ക് പൊട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോ വണ്ടീനെ നിർത്താൻ ഒരു ശക്തിക്കും പറ്റൂല, അള്ളാഹ് വിചാരിക്കണം. അപ്പൊ നമ്മള് അള്ളാഹിനെ അങ്ങോട്ട് വിളിച്ചു പ്രാർത്ഥിച്ചു, പടച്ചോനെ ഇതിന്ന് തന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പൊ കാണാ വണ്ടി പോയിട്ട് പതുക്കെ പോയിട്ട് ഒരു മരത്തേൽ ഇടിച്ചവിടെ നിന്നു. വണ്ടി താറുമാറായി, പക്ഷെ നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ വിളിക്കൂലേ? അങ്ങനെ വിളിക്കുന്ന ആളെ കുറിച്ചാണ് ഇലാഹ് എന്ന് പറയാം. അതാണ് അലിഹ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ. നമ്മുടെ പ്രയാസത്തിൽ, നമ്മുടെ വിഷമഘട്ടത്തിൽ നമുക്ക് മറ്റാരും നേരിട്ട് സഹായം തരാനില്ലാത്ത ഒരു അവസരത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു ശക്തി, ആ ശക്തിക്കാണ് എന്ത് പറയാ? ഇലാഹ് എന്ന് പറയാം. ഇലാഹ്. ആ ഇലാഹ് ഒറ്റ ഒരാളെ ഉള്ളൂ, അള്ളാഹുവാണ്. പാമ്പിനെ കാണുമ്പോ ഒരാള്, മഴ പെയ്യ്ക്കാൻ വേണ്ടി വേറൊരാള്, കാറ്റടിക്കുമ്പോ വേറൊരാള്, ചൂട് കൂടുമ്പോ വേറൊരാള്, ഇങ്ങനെയൊന്നുമില്ല. ഒറ്റ ഒരാള്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഇലാഹില്ല. നമ്മള് എന്തെങ്കിലും പൂജിക്കണമെങ്കിലോ ആരാധന നടത്തണമെങ്കിലോ അടിമപ്പെടണമെങ്കിലോ അങ്ങനത്തെ ഒരു സ്ഥാനമാനങ്ങൾ നമ്മൾ ആർക്കെങ്കിലും വകവെച്ചു കൊടുക്കണമെങ്കിലോ അത്തരം ഗുണങ്ങളുള്ള ഒരേ ഒരു അധികാര ശക്തി, അതിനാണ് ഇലാഹ് എന്ന് പറയാം. ആ ഇലാഹ് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അപ്പൊ നമ്മള് എന്തെങ്കിലും സംഭവിക്കുമ്പോ ചില ആളുകൾ ബദരീങ്ങളെ വിളിക്കും, ചില ആളുകള് പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, മറ്റേ നേർച്ചക്കാരെ വിളിക്കും. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തില് നമ്മൾ അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട് അല്ലെ, നേർച്ചക്കാരെ, എന്റെ ബദരീങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക, അല്ലെങ്കിൽ എന്റെ മുഹീദ്ദീൻ ഷേഖെ. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി പിന്നെ ബിംബങ്ങള്, പ്രതിഷ്ഠകള് അല്ലെ, ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ വാചകത്തിന്റെ നെഗേഷനാണ്, നിഷേധമാണ്. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിശേഷണം, അവനാണ് ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും നമ്മൾ ആശ്രയിക്കുകയും വിളിച്ചു പ്രാർത്ഥിക്കുകയും വണങ്ങുകയും ഏതെങ്കിലും തരത്തിലുള്ള ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് അവന് മാത്രമാണ്. മറ്റാരും നമ്മുടെ ആരാധനയ്ക്കോ നമ്മുടെ നേർച്ചയ്ക്കോ നമ്മുടെ വഴിപാടിനോ അർഹരല്ല തന്നെ. കേട്ടോ? അതാണ് ലാ ഇലാഹ. ഇലാഹ് എന്ന് പറഞ്ഞ അർത്ഥം ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ആർക്കെങ്കിലും ആവർത്തിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ കേൾക്കാം. പിന്നെ പറയുന്ന ഗുണം ആലിമുൽ ഗൈബി വശഹാദ. ആലിമുൽ ഗൈബ്. ഗൈബ് നമുക്ക് മലയാളം പോലെ പരിചിതമാണ് അല്ലെ. ഗൈബിൽ വിശ്വസിക്കാന്ന് നമ്മൾ പണ്ട് മദ്രസ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ ഗൈബ്? അദൃശ്യം, നമ്മൾ അൺസീൻ ആയിട്ടുള്ള സംഗതി, നമ്മുടെ മറഞ്ഞിരിക്കുന്ന സംഗതി. നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താ? മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നമുക്ക് ഗൈബ് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. നമുക്ക് ഗൈബെങ്ങാനും അറിയായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് എത്ര വലിയ പണക്കാരായെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കേണ്ട ആളുകളാവൂലായിരുന്നു, ഭയങ്കര പണക്കാർ, കോടീശ്വരന്മാരായനെ. കാരണം എന്താ? നാളത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏത് സ്റ്റോക്കിനാണ് വില കൂടുക എന്ന് നോക്കിയിട്ട് ഇന്നത് പർച്ചേസ് ചെയ്താൽ പോരെ? എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇന്ന് പോയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. നാളെ അദാനിയുടേതോ അംബാനിയുടേതോ ബിൽഗേറ്റ്സിന്റെ സ്റ്റോക്കോ അല്ലെങ്കിൽ മരിച്ചുപോയ സ്റ്റീവ് ജോബ്സിന്റെ സ്റ്റോക്കോ ഏതാ സ്റ്റോക്ക് എന്ന് നോക്കിയിട്ട് ഇന്ന് അങ്ങോട്ട് പർച്ചേസ് ചെയ്താൽ പോരെ? പക്ഷെ ഒരാൾക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് എന്ത്?
ഈ അടുത്ത് ഒരാള് മറ്റേ ആറ്റുകാൽ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അയാൾക്കെതിരെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അയാളോട്. പക്ഷെ ഒരു തമാശ പറയാണ്. ആറ്റുകാൽ ഗോപാലകൃഷ്ണൻ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? എന്താണ് അയാളുടെ പ്രത്യേകത? ഇങ്ങനെ ഓരോ കാര്യങ്ങള് ജോത്സ്യനാണ്. അപ്പോ ജോത്സ്യനെ വിളിച്ചിട്ട് ഒരാള് ചോദിക്കാണ്, നിങ്ങളുടെ അടുത്ത് ഈ ധനം ഉണ്ടാക്കണ ധനാകർഷണ യന്ത്രം ഉണ്ടാ? അപ്പോ ഉണ്ടല്ലോ. എത്ര രൂപ? ധനാകർഷണ യന്ത്രത്തിന് 5000 രൂപ. അപ്പോ എന്റെ അടുത്ത് അത്രയൊന്നും ഇല്ല, 5000. എന്നാ പിന്നെ 3000ന്റെ വേറെ ഉണ്ട്. അപ്പൊ ഇയാള് പറയാണ്, എന്നാ പിന്നെ നിങ്ങൾ ഇതൊക്കെ വിറ്റിട്ട് എന്തിനാണ് ഇപ്പൊ പൈസ ഉണ്ടാക്കണത്? ആ ഒരു സാധനം വീട്ടിലുണ്ടായാ പോരെ? നിങ്ങൾ ഒരെണ്ണം മേടിച്ച് നിങ്ങൾ വെച്ചാ പോരെ? പിന്നെ എന്തിനാണ് നിങ്ങൾ മനുഷ്യന്മാരെ ഇത് വെച്ചിട്ട് ഇടങ്ങാറാക്കണെന്ന് ചോദിക്കണ്ട. അപ്പൊ ഈ ധനാകർഷണ യന്ത്രവും ഇതൊക്കെ മേടിക്കാൻ മനുഷ്യർ പോണ എന്തിനാ? ഗൈബ് അറിഞ്ഞുകൂടാത്തോണ്ടാണ് അല്ലെ? അതല്ലെങ്കിൽ ഈ എന്റെ നക്ഷത്രം ശരിയാണോ എന്ന് നോക്കിയത്. ഇപ്പൊ നമ്മുടെ ആളുകൾ വരെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും സ്റ്റാർസിലാണ് അല്ലെ? ഓരോ സ്റ്റാർസ്, കാപ്രിക്കോൺ എന്താണ്, പിന്നെ അങ്ങനെ കുറെ സ്റ്റാർസ് ഉണ്ടല്ലോ. ഇതൊക്കെ വെച്ചിട്ട് തീരുമാനിക്കണം നിങ്ങളുടെ സ്റ്റാർസ് ഏതാ. സ്റ്റാറിൽ ഇതാണെങ്കിൽ അപ്പം ഇതിന് നല്ല ഈ ആഴ്ച നല്ല ദിവസമാണ്, ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതാണ്, അടുത്ത ആഴ്ച എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയിട്ടുള്ളത്, വഴിയരികിൽ ഒരു പക്ഷിയായിട്ട് ഇരിക്കുന്ന കൈനോട്ടക്കാരിയുടെ അടുത്ത് ആളുകൾ പോകും അല്ലെ? എന്നിട്ട് കൈ നീട്ടി കൊടുത്തിട്ട് ചോദിക്കും, എന്റെ ഭാവി എങ്ങനെയുണ്ട്? ആ പെണ്ണുമ്പിള്ളക്ക് അവരുടെ ഭാവിനെ കുറിച്ച് ഒരു ചുക്ക് പറഞ്ഞൂടാ. അങ്ങനെയുള്ള ആളാണ് നമ്മുടെ ഭാവിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നത്. എത്ര മണ്ടന്മാരാണ് മനുഷ്യര് അല്ലെ? അപ്പോ ഇവിടെ പടച്ചോൻ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്, നിങ്ങൾ മനുഷ്യർക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമ സൃഷ്ടി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഒരു അപവാദം വന്നിട്ട് 41 ദിവസം അല്ല 51 ദിവസം എന്നും പറയുന്നുണ്ട് വഹീ കാത്തിരുന്നു. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി, എന്താ സംഭവിച്ചതെന്ന് പടച്ചോൻ പറയാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അള്ളാന്റെ ഏറ്റവും അടുത്ത സൃഷ്ടികളും മറ്റെല്ലാ പ്രവാചകന്മാരും അല്ലെ? അങ്ങനെയാണ്. യൂസുഫിന്റെ പേര് നമ്മളിപ്പോ അടുത്ത പഠിക്കാൻ പോകുന്ന സൂറത്ത് യൂസുഫിലെ അത്തരം ഒരുപാട് രംഗങ്ങളുണ്ട് നമുക്ക് വിശദീകരിക്കേണ്ട. അപ്പോ ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം, ഗൈബ് അറിഞ്ഞുകൂടാ. പക്ഷെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഇപ്പൊ നമ്മള് ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നവനാസ്തികത എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പൊ വളരെ വ്യാപകമായിട്ടുണ്ട് അല്ലെ? ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഇപ്പൊ നമ്മുടെ തന്നെ വീടുകളിലൊക്കെ കുടുംബങ്ങളിലും ബന്ധുക്കളിലും ഒക്കെ അള്ളാനെ നിഷേധിക്കുന്നവർ കൂടി വരികയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഇതിൽ പെട്ടിട്ട് പടച്ചോനൊന്നും ഇല്ല, അപ്പൊ എന്തിനാ പടച്ചോന്റെ വിശ്വസിച്ച് നിങ്ങളെ ഈ ജീവിതം കളയുന്നെന്നുള്ള. അപ്പൊ അവിടെ നമ്മൾ അള്ളാഹുവിന്റെ ഈ ഗുണങ്ങള്, പ്രത്യേകിച്ച് ഈ സൂറത്തുൽ ഹശറിലെ ഈ 3 ആയത്ത്, ഇതിന്റെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയാലേ ആരാണ് അള്ളാഹു, എന്തുകൊണ്ട് അള്ളാഹു, ആരാണ് അള്ളാഹു, നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത് വളരെ കൃത്യമായി നിർവചിക്കുന്ന ആയത്തുകളാണിത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണിത്, ആലിമുൽ ഗൈബി വശ. അങ്ങനത്തെ ഒരാൾക്കേ അള്ളാഹ് ആകാൻ പറ്റുള്ളൂ. ഗൈബ് അറിയാത്ത ഒരാൾക്ക് അള്ളാഹു ആകാൻ പറ്റൂല. അതുകൊണ്ടാണ് ആൾദൈവങ്ങളെ നമ്മൾ തള്ളിക്കളയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർ അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ മനുഷ്യരും അവരെത്ര തന്നെ മഹത്വമുള്ളവരാണെങ്കിലും എത്ര തന്നെ പദവി ഉള്ളവരാണെങ്കിലും അവരൊന്നും ദൈവത്തിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? എന്താണ് ആലിമുൽ ഗൈബി വശഹാദ? ദൃശ്യവും അഗോചരവും ഗോചരവുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കണ്ണിൽ പെടുന്നതും കണ്ണിൽ പെടാത്തതുമായ സകല സംഗതികളെയും അവനറിയും. ഇനി അവന്റെ അറിവ് ഭൂതകാലത്ത് കഴിഞ്ഞു പോയത്, ഈ വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിന് നേരിട്ടുള്ള ജ്ഞാനമുണ്ട്. അവന് ഏതെങ്കിലും ഒരു ജ്ഞാന മാധ്യമത്തിന്റെ ഒരു ഫോൺ, ഒരു വാട്സപ്പ് മെസ്സേജ് വേണ്ട എവിടെന്നെങ്കിലും കിട്ടാൻ അല്ലെ? നമുക്കിപ്പോ ആ ഒരു ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ വാട്സപ്പ് മെസ്സേജുകൾ നമ്മൾ കാണുന്ന 90% വാട്സപ്പ് മെസ്സേജ് നമ്മൾ തള്ളിക്കളഞ്ഞേനെ. കാരണം എന്താ? 90% തെറ്റായിരിക്കും അല്ലെ? ഇപ്പൊ വരുന്ന ഫോർവേഡുകളൊക്കെ. ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ, ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ലാതെ, ഒരു ടൂളിന്റെ ആവശ്യമില്ലാതെ നേരിട്ടുള്ള
ജ്ഞാനം. അത് അള്ളാഹുവിന്റെ പ്രത്യേകത. ഇതെങ്ങനെ പ്രസക്തമാകുന്നതെന്നറിയോ? നമ്മൾ വിധിവിശ്വാസം കേട്ടിട്ടുണ്ടോ നിങ്ങള്? അല്ലെ, നമുക്കെല്ലാവർക്കും വിധിവിശ്വാസമല്ലേ? ഈമാൻ കാര്യങ്ങളിലെ ആറാമത്തെ എന്താ? ഖദർ അല്ലെ? ഖദറിൽ വിശ്വസിക്കുക. ഹൈറാകട്ടെ ഷെറാകട്ടെ എല്ലാം അവനിൽ നിന്നാണ് വിശ്വസിക്കുക. ഈ ഖദറിലുള്ള വിശ്വാസം നമ്മളെ പലരും കൺഫ്യൂഷനിലാക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയെ പ്രത്യേകിച്ചും. എല്ലാം അള്ളാഹ്ക്ക് അറിയാമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കണ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് അല്ലെ? ഞാൻ സ്വർഗത്തിലേക്കാണോ പോണോ നരകത്തിലേക്കാണോ പോണോ? ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാമെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? വിധിനെ കുറിച്ച് പറയുമ്പോ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മാത്രമല്ല, ഇപ്പോഴത്തെ വലിയ വലിയ ആളുകൾ വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെയാണ് ഈ ആലിമുൽ ഗൈബ് വ ഷഹാദ എന്നുള്ളത് പ്രസക്തമാകുന്നത്. അതായത് നമ്മളുടെ കണ്ണുകൊണ്ട് നമുക്കിപ്പോ നമ്മുടെ പ്രശ്നം എന്താ? ഈ ചുമര് ഇപ്പൊ ഇവിടെ നമ്മളൊക്കെ വീട്ടിലല്ലേ ഇരിക്കണം. ഈ വീട്ടിലൊരു ചുമരുണ്ട് അല്ലെ? ആ ചുമരിന്റെ അപ്പുറത്തുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ മേലെ നിൽക്കുന്ന ഒരാളാണെങ്കിലോ, ഈ നമ്മൾ ഉണ്ടാക്കിയ വീടിന്റെ മേൽക്കൂര ഇല്ല, അവിടെ മേലെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾക്ക് എന്തും കാണാം, ഇപ്പുറത്തുള്ളതും കാണാം അപ്പുറത്തുള്ളതും കാണാം. അത്ര വ്യത്യാസമുള്ളൂ. നമുക്ക് ഈ ചുമരിന്റെ അപ്പുറത്തുള്ളത് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ മേലെ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് കാണാൻ പറ്റും? ഈ ചുമരിന്റെ ഇപ്പുറത്തുള്ളതും അപ്പുറത്തുള്ളതും കാണാൻ പറ്റും. അള്ളാഹു അങ്ങനെയാണ്, നമ്മുടെയൊക്കെ മേലെ നിൽക്കണം. അവന് നമ്മുടെ ഈ സമയം ബാധകമല്ല. ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പറയുന്നത് അള്ളാഹുവിന് ബാധകമല്ല. അവനൊന്നും ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഓടിച്ചു നോക്കിയാൽ ഇനി എന്താ ഒരു 23 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോണത് എന്താ അറിയാൻ പറ്റും. നാളെ എന്താ അറിയാൻ പറ്റും. കഴിഞ്ഞു പോയത് അറിയാൻ പറ്റും. ഈ അറിവിന്റെ, ഇങ്ങനത്തെ അറിവില്ലാത്ത ഒരാള് അള്ളാകാൻ പറ്റൂല. മനസ്സിലായ? ഇങ്ങനത്തെ അറിവില്ലാത്ത ഒരാളെ നമ്മൾ ദൈവമായിട്ട് കൽപ്പിക്കണേൽ അർത്ഥമില്ല. അതാണ് ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ആ ദൈവത്തിന് ഗൈബ് അറിയാം, അള്ളാഹുവിന് ഗൈബ് അറിയാം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. ഓക്കെ, അത് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? ഷഹാദത്ത്. ഷഹാദത്ത് എന്ന് പറഞ്ഞാല് ഷാഹിദ് അല്ലെ? ഷഹീദ എന്ന് പറഞ്ഞാല് സാക്ഷ്യം വെച്ചു. അഷ്ഹദു എന്ന് പറയുന്നത് അതാണല്ലോ, ഞാൻ കാണുന്നു, ഞാൻ സാക്ഷ്യം വയ്ക്കുന്നു. അപ്പൊ കാണുന്നതും കാണാത്തതും ഒക്കെ അവനറിയാം. പിന്നെ പറയുന്നത് ഹുവർ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണികനും കരുണാനിധിയുമാണെന്ന് മലയാളത്തിൽ പറയും. പക്ഷെ ഒരിക്കലും അതിന്റെ അർത്ഥമേ അല്ലാത്, എന്ത്? ഈ പരമകാരുണികനും കരുണാവാരിധിയുമാണ് എന്ന് നമ്മൾ ഈ പറയുന്ന അർത്ഥം ആ പദത്തിന്റെ അർത്ഥമേ അല്ല. പക്ഷെ മലയാളത്തിൽ വേറെ വാക്കില്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നു എന്ന് മാത്രം. ശരിക്കും കുറച്ചുകൂടെ വിശദീകരിച്ച് 2 വാക്കായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അവിശ്വസനീയമാം വിധം കാരുണ്യമുള്ളവൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും അതിന്റെ അർത്ഥാവൂല. ഈ റഹ്മാൻ എന്നുള്ള പദം വന്നിരിക്കുന്ന പദം, അതിന്റെ ഒറിജിനൽ പദം ഏതാണെന്നറിയോ? റഹിം എന്ന പദത്തിൽ നിന്നാണ്. റഹിം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? ഗർഭപാത്രം. ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെയാ കിടക്കാം? ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ ആ കുഞ്ഞിന് വേണ്ട ഭക്ഷണം കിട്ടുന്നുണ്ട് അല്ലെ? അതിന് വേണ്ട കെയർ കിട്ടുന്നുണ്ട് അല്ലെ? അതിനെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ അവിടെ ഉണ്ട് അല്ലെ? നമ്മളാരും ഒരു റോളും ചെയ്യുന്നില്ല. നമ്മുടെ ഡോക്ടർമാരോ നഴ്സുമാരോ നമ്മുടെ പ്രകൃതി എന്ന് ഇവര് വിളിക്കണ യൂണിവേഴ്സോ ഒന്നും ചെയ്യുന്നില്ല. അതങ്ങനെ അങ്ങോട്ട് ഉണ്ടായേക്കാണ്. അപ്പൊ അത് തന്നെ പടച്ചോനുള്ള വിശ്വാസം നമ്മൾ ഉറപ്പിക്കുന്ന സംഗതിയാണ്. പക്ഷെ അതൊക്കെ പോട്ടെ, നമ്മുടെ ഉദ്ദേശം ഇപ്പൊ അതല്ല. നമ്മുടെ ഉദ്ദേശം ഈ കാരുണ്യം എന്ന പദത്തെ അള്ളാഹു റഹിം എന്ന പദത്തിൽ നിന്ന് എടുക്കാനുണ്ടായ ഒരു കാരണമാണ് ഞാൻ പറയുന്നത്. അതെന്താന്ന് വെച്ചാല്, ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ എത്രമാത്രം കെയർ അനുഭവിക്കുന്നുണ്ടോ, എത്രമാത്രം കൺസിഡറേഷൻ അതിന് കിട്ടുന്നുണ്ടോ, എത്രമാത്രം പരിലാളനവും പരിപാലനവും അതിന് ലഭിക്കുന്നുണ്ടോ, അത്രയും മനുഷ്യരോട് കാരുണ്യമുള്ളവനാണ് അള്ളാഹു. അതാണ് ഞാൻ പറഞ്ഞ അവിശ്വസനീയമാം വിധം ശ്രദ്ധയും പരിചരണവും കാരുണ്യവും ചൊരിയുന്നവൻ എന്നാണ് അർ റഹ്മാൻ അർ റഹീമിന്റെ അർത്ഥം. നമ്മൾ വിചാരിക്കാതെ എത്രയോ കാരുണ്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ? അതില്ലെങ്കിൽ, ഒരു നിമിഷം അതില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. എന്താ അത്? ശ്വാസം. നിങ്ങള് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പറ്റിയില്ല, തിരിച്ച് ശ്വാസം വിടാൻ പറ്റിയില്ല, മരിച്ചു പോകൂലേ? പരമാവധി വന്ന ഒരു 3 മിനിറ്റൊക്കെ പിടിച്ചേക്കാം അല്ലെ? ഒരു 3 മിനിറ്റ് വരെയൊക്കെ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇനി ഓക്കെ 10 മിനിറ്റ് പിടിച്ചിരിക്കണവരുണ്ടാവാം,
ഈ ഭൂമിയുടെ അടിയിലൊക്കെ അല്ലെ മറ്റേ സമുദ്രത്തിന്റെ അടിയിലൊക്കെ മുങ്ങാങ്കുഴി ഇടുന്ന ആളുകൾ ചിലപ്പോൾ ഇത്തിരി കൂടെ നമ്മളെ പോലത്തെ മനുഷ്യന്മാർക്ക് 3 സെക്കൻഡ് 4 സെക്കൻഡ് 5 സെക്കൻഡ് അത്രേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ശ്വാസം എല്ലാ മനുഷ്യർക്കും കിട്ടുന്നുണ്ട് അല്ലെ, ഒരാൾക്കും അതിനകത്ത് വിവേചനമില്ല. നമ്മള് അതങ്ങടെ ഇല്ലാതായി നോക്കണം. ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു രോഗിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ശ്വാസോച്ഛ്വാസം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. കോവിഡ് വന്ന എത്ര പേരുണ്ട് ഇവിടെ? കോവിഡ് വന്ന എത്ര പേരുണ്ട്? എല്ലാവർക്കും വന്നിട്ടുണ്ട് കോവിഡിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പദമാണ് ഓക്സിജൻ സിലിണ്ടർ അല്ലെ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്. സിമ്പിളാണ് കാര്യം. ആ കാര്യം ഇല്ലെങ്കിൽ നമ്മൾ പെടയും. ഇത് ഒരു കുഴപ്പം വരാതെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നില്ലേ? നമ്മളായിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് ഇപ്പൊ ഇനി ഓക്സിജൻ പാർലറൊക്കെ വേണ്ടി വരും. പക്ഷെ ആ ഓക്സിജൻ പാർലറിന്റെ റേറ്റ് എത്രയെന്നറിയോ? ഓക്സിജൻ പാർലർ നമ്മൾ ഉണ്ടാക്കിയാൽ അവിടുത്തെ റേറ്റ് എത്രയെന്നറിയോ? ആ റേറ്റ് കേട്ടാൽ നമ്മൾ ഇപ്പൊ തന്നെ നമ്മള് ശ്വാസം മുട്ടി അല്ലെങ്കിൽ സ്ട്രെസ് ഒന്നും മരിക്കും. അങ്ങനത്തെ റേറ്റ് ആണ് ഓക്സിജൻ പാർലറിലൊക്കെ വരാൻ പോണത്. ഇപ്പൊ ചൈനയിലൊക്കെ ബീജിംഗിൽ ഇപ്പോഴേ ഉണ്ടെന്ന് പറയണം. അതായത് ഇടയ്ക്ക് പോകുമ്പോ ഒരു ഓക്സിജൻ പാർലറിൽ കേട്ട് ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പോകും. $300 കൊടുക്കേണ്ടി വരും. 10 മിനിറ്റ്. എന്തിനാ? ശുദ്ധവായു ശ്വസിക്കാൻ. ശുദ്ധവായു. അത്രത്തോളം പൊല്യൂഷൻ ഉള്ള ഒരു സിറ്റിയാണത്. ഈ സംഗതി വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഭൂമി ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ നിലനിർത്തിക്കൊണ്ടേ പോകുന്നു. അപ്പൊ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിന് എത്ര ശ്രദ്ധ ലഭിച്ചുവോ അതേ ശ്രദ്ധ ഗർഭപാത്രത്തിന് പുറത്തു വന്നതിന് ശേഷം അള്ളാഹു മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നടക്കുമ്പോ ഇങ്ങനെ വേച്ച് പോകാതെ നടക്കൂലേ? അതെന്തുകൊണ്ടാ? നമ്മുടെ തലച്ചോറിൽ ഒരു ദ്രാവകമുണ്ട് അല്ലെ, നമ്മുടെ ബാലൻസിനെ കീപ്പ് ചെയ്യണ ദ്രാവകം. അത് ഇത്തിരി കുറഞ്ഞു അല്ലെങ്കിൽ ഇത്തിരി കൂടി പ്രശ്നമാണ്. നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല. കെയറുണ്ട് അല്ലെ, അള്ളാന്റെ കെയറുണ്ട്. നമ്മള് വെള്ളം കുടിക്കുന്നു, അത് മൂത്രമൊഴിച്ചു പോകുന്നു. നിങ്ങള് അതിന്റെ വില അറിയണമെങ്കിൽ ഈ യൂറിനറി പ്രശ്നം ഉണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്ത ഒരാളോട് പോയിട്ട് ചോദിച്ചു നോക്കുക, എത്ര പൈസ കൊടുത്തിട്ടാണ് ആ പ്രോബ്ലം അയാൾ ശരിയാക്കിയതെന്ന് ചോദിച്ചു നോക്കൂ. അപ്പോ ഈ അടുത്ത എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു സംഭവമാണ്. നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ഒരു കഥ, പക്ഷെ ഇത് അത്ര പ്രായമില്ലാത്ത ഒരാളാണ്. അയാൾ ഇതുപോലെ യൂറിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഓപ്പറേഷൻ നടത്തി. ഡോക്ടർ പറഞ്ഞു, മൂത്രമൊഴിച്ചാൽ നിങ്ങളുടെ ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കാം. അയാൾ പറയാണ്, ഞാൻ ഇത്രയും കാലം 40-40 വർഷം ജീവിച്ചിട്ട് ഒഴിക്കാൻ പറ്റുമോ ഇല്ലേന്ന് ആശങ്കിച്ച ഒരേ ഒരു ദിവസം ആ 12 മണിക്കൂറാണ് എന്ന് പറയുന്നത്. 12 മണിക്കൂർ അദ്ദേഹം കാത്തുനിൽക്കാണ് മൂത്രം പോകുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടി. പോയാൽ ഓപ്പറേഷൻ സക്സസ് ആയി, പോയില്ലെങ്കിൽ ഓപ്പറേഷൻ പരാജയപ്പെട്ടു. ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ അദ്ദേഹം പറയാണ്, അതാണ് ഞാൻ മൂത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ മൂത്രം പോകുന്നതിനെ കുറിച്ച് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയ ഒരു സമയം. അതാണ് കെയർ ഇല്ലേ ഉണ്ടോ? ഉണ്ട്. അപ്പോ ഓരോന്നും രാത്രി ഉറങ്ങിയിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ച് വീണ്ടും ഉറങ്ങുന്നത് വരെ അല്ല, ആ ഉറക്കത്തിലും നിരന്തരമായ കെയറും കൺസിഡറേഷനും ഒക്കെ കിട്ടിക്കൊണ്ടാണ് നമ്മൾ പോണത്. അതാണ് അർ-റഹ്മാൻ അർ-റഹീമിന്റെ അർത്ഥം. അർ-റഹ്മാൻ അർ-റഹീമിന്റെ അർത്ഥം അതാണ്. ആളുകൾ പറയും നിങ്ങളുടെ ദൈവം വലിയ കാരുണ്യം ഉണ്ടെന്ന് പറയണ്ടല്ലോ, എന്നിട്ട് എന്തേ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായിട്ട് ഇത്രയും പേര് മരിച്ചത്? നിങ്ങളുടെ ദൈവം വലിയ കാരുണ്യം ഉണ്ടെന്ന് പറയല്ലോ, എന്നിട്ട് എന്തേ താനൂരിൽ ബോട്ട് മുങ്ങി പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിച്ചത്? ആ പൊട്ടന്മാരോട്, അത്തരം ചോദ്യം ചോദിക്കുന്ന പൊട്ടന്മാരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, നിങ്ങള് ഇപ്പോ ശ്വസിക്കുന്ന ശ്വാസം, നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ആ വായു എവിടെ നിന്ന് വന്നു? നിങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന നാക്കുണ്ടല്ലോ, ആ നാക്ക്, അതുകൊണ്ട് വർത്താനം പറയണ എങ്ങനെയാ? പടച്ചോനെ കുറ്റം പറയാൻ ഉപയോഗിക്കുന്ന നാക്ക്, നിങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണ്, കൃത്യമായ ശ്രദ്ധയും പരിചരണവും കിട്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അള്ളാനെ കുറ്റം പറയാൻ അതേ നാക്ക് ഉപയോഗിക്കുക, അതേ കണ്ണുപയോഗിക്കുക, അതേ കൈ ഉപയോഗിക്കുക, അതേ ബുദ്ധി ഉപയോഗിക്കുക. ഓക്കെ, അത് പറഞ്ഞാല് ഒരുപാട് പറയേണ്ടി വരും. അപ്പൊ ഓക്കെ, നമ്മുടെ സമയം ഇപ്പൊ ബാങ്കും കൊടുക്കുന്നുണ്ട്, നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് നിർത്താൻ വേണം. അപ്പൊ ഓക്കെ, അപ്പൊ അർ-റഹ്മാൻ അർ-റഹീം എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിളി മേഴ്സിഫുൾ, അവിശ്വസനീയമാം വിധം
കാരുണ്യം ചൊരിയുന്ന, ശ്രദ്ധ ചൊരിയുന്ന, പരിലാളനം നൽകുന്ന ഒരു ദൈവം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ, അവനാണ് അള്ളാഹു. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഇലാഹിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. അൽ മലിക്, അവൻ എന്താണ്? രാജാവാണ്, അല്ലെ? രാജാവ് എന്ന് പറഞ്ഞ രാജാവ് വെറും ഒരു മലിക്കല്ല. സാധാരണ ഇതിലൊരു മലിക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ, അല്ലെ, ഒരു ഭൂമിയുടെ അത്രയും ഒരുപാട് വലിയ പ്രപഞ്ചത്തിൽ ഏതോ ഒരു മൂലയിലാണ് ഭൂമിയുള്ളത്. ആ ഭൂമിയിൽ ഒരു ചെറിയ പ്രദേശം വളച്ചു കെട്ടിയിട്ട് അവിടെ ഒരു രാജാവായ ഒരു രാജാവല്ല അൽ മലിക്. അൽ മലിക് എന്ന അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ ഈ പ്രപഞ്ചത്തെ അഖിലം ഉടമപ്പെടുത്തുന്ന, ശരിക്കും മലക്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാലിക്, അല്ലെ? മാലിക് നമ്മൾ കേട്ടിട്ടില്ലേ? മാലിക് എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുന്നവനാണ്. അതിൽ നിന്നാണ് മലിക് ഉണ്ടാവണം. അൽ മലിക്, അലിഫ്ലാം ഇട്ടിട്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സകല ഭൂപ്രദേശത്തിന്റെയും സകല പ്രപഞ്ചത്തിന്റെയും അതിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. ഈ പ്രപഞ്ചത്തെ അതിന്റെ മുഴുവൻ അധികാരവും അവനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് പേടിയില്ലാത്തത്. വിശ്വാസികൾക്ക് എന്തുകൊണ്ട് പേടിയില്ല? ആരും മോഡിയല്ല അവന്റെ അപ്പം വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ലാത്ത എന്തുകൊണ്ടാ? അതല്ലെങ്കിൽ മറ്റ് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു കുലുക്കം വിശ്വാസിക്കില്ലാത്ത എന്തുകൊണ്ടാ? നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉടമപ്പെടുത്തുന്ന അള്ളാഹുവിലാണ് വിശ്വസിച്ചുള്ളത്. ഇത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു അത് പറയുന്നുണ്ട്. വലഹു മാഫിസ് സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളിൽ ഉള്ളത് മുഴുവൻ അവന്റേതാണ്, അല്ലെ? ലഹു മുൽക്കു സമാവാത്തി വൽ അർദ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അവനിലാണ് എല്ലാ ആധിപത്യവും, അല്ലെ? പിന്നെ ഇന്നക അലാ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, സകല ആധിപത്യത്തിന്റെയും എല്ലാ ആധിപത്യത്തിന്റെയും ഉടമസ്ഥൻ നിന്നിലാണ്. നീയാണ് ആധിപത്യം കൊടുക്കുന്നത്, നിന്നിൽ നിന്നാണ് ആധിപത്യം വരുന്നത്, നീ ഉദ്ദേശിക്കുന്നവരെയാണ് നീ പ്രതാപവാന്മാരാക്കുന്നത്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ സകല അധിപൻ എന്നാണ് അൽ മലിക്കിന്റെ അർത്ഥം. അത് തന്നെ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറെ പറയാനുണ്ട്, പക്ഷെ അതാണ് അതിന്റെ അർത്ഥം. അൽ ഖുദ്ദൂസ്, ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ ഖുദ്സ് കേട്ടല്ലേ നമ്മള്? ഖുദ്സ്, അല്ലെ? എന്താ? പരിശുദ്ധമായിരുന്ന അർത്ഥം. അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അതീവ പരിശുദ്ധനാണ് അള്ളാഹു. അതീവ പരിശുദ്ധൻ എന്ന് പറഞ്ഞാല് അവന്റെ എല്ലാ സത്ത, അവന്റെ സത്ത, അള്ളാഹുവിന്റെ സത്ത അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വ്യക്തിത്വം എന്ന് നമ്മൾ മനുഷ്യർ പറയുന്ന ആ സംഗതി ഒരു ന്യൂനതയും ഇല്ലാതെ, ഒരു കുറ്റവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ, ഒരു ദുഷ്ട ഗുണമോ ദുർഗുണമോ നീചമായിട്ടുള്ള ഒന്നും, അങ്ങനെ ഒരു സംഗതിയും അള്ളാഹുവിന്റെ സ്വഭാവ സവിശേഷതകളില്ല. അങ്ങനെയുള്ള ആൾക്ക് അള്ളാഹ് ആകാൻ പറ്റൂല. മനസ്സിലായോ? എല്ലാ നന്മയുടെയും കേദാരമാണ് ആര്? അള്ളാഹു. അതാണ് അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അർത്ഥം. പിന്നെ പറയുന്നത് എന്താണ്? അസ്സലാം. അസ്സലാമാണ് അള്ളാഹു. സലാം എന്ന് പറഞ്ഞാൽ എന്താ? അസ്സലാമു അലൈക്കും നമ്മൾ പറയാറില്ലേ? സലാം എന്താ അർത്ഥം? സമാധാനം. ഒരാളെ കുറിച്ച് അയാള് തന്നെ സൗന്ദര്യമാണ് എന്ന് കവികൾ പറയും, അല്ലെ? അയാള് തന്നെ സൗന്ദര്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സൗന്ദര്യത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അയാളാണെന്ന് അർത്ഥം. അപ്പൊ ഇവിടെ അസ്സലാം എന്ന് പറയുമ്പോ അള്ളാഹു തന്നെ സമാധാനമാണ് എന്ന് പറഞ്ഞാൽ സമാധാനദായകൻ അള്ളാഹുവാണ് എന്നർത്ഥം. സമാധാനത്തിന്റെ അങ്ങേയറ്റമാണ് അള്ളാഹു. അതുകൊണ്ടാണ് പറയുന്നത് അല്ലദീന ആമനു തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വാസികൾ, അവരുടെ ഹൃദയം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ അത് സമാധാനം ലഭിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് സമാധാനം എന്ന് പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ ഒരു പേരായിട്ട് പറയുന്നത് അസ്സലാം. അതുകൊണ്ടാണ് അബ്ദുസ്സലാം എന്ന് പേരിടുന്നത്. അപ്പൊ അസ്സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാണ് കേട്ടാ. അത് തന്നെ അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ അർത്ഥം അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇവിടെ അസ്സലാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അള്ളാഹു തന്നെ രക്ഷയും സമാധാനവുമാണ്. പിന്നെ അൽ മുഅ്മിൻ, മുഅ്മിൻ നമ്മൾ കേട്ടിട്ടുണ്ട്. മുഅ്മിൻ എന്താ? നമ്മളുടെ ഭാഷ സാധാരണ നമ്മൾ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സത്യവിശ്വാസി, അല്ലെ? ഇവിടെ അംൻ എന്നുള്ള പദത്തിൽ നിന്നാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അതായത് അംൻ എന്ന് പറഞ്ഞാൽ എന്താ? അഭയം, സുരക്ഷ. ഇവിടെ റിജാലുൽ അംൻ കേട്ടല്ലേ? ഇവിടെ ഈ പോലീസിനെ പറയും സെക്യൂരിറ്റി, സുരക്ഷിതത്വം നൽകുന്ന ആളുകളാണ് പോലീസുകാർ. പക്ഷെ ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് അൽ മുഅ്മിൻ, അള്ളാഹു അഭയദാതാവാണ് എന്നാണ് പറയുന്നത്. അൽ മുഅ്മിൻ അതാണ് അർത്ഥം. ഈമാനും അതിൽ നിന്ന് വന്നാണ്. കാരണം ഈമാൻ കൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു സുരക്ഷ ഉണ്ടാവും.
ഈമാനിൽ നിന്ന് നമുക്കൊരു സുരക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈമാൻ എന്ന പദവും ഈ മുഅ്മിൻ എന്ന പദവും അല്ലെങ്കിൽ അമ്ന് എന്ന പദവും ഒരേ ധാതുവാണ് കേട്ടാ. അപ്പൊ അഭയദാതാവാണ്. അൽ മുഹൈമിൻ, മുഹൈമിൻ എന്ന് പറഞ്ഞാല് ഹൈമന എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ മേൽനോട്ടം എല്ലായിടത്തും എത്തും. മുഹൈമിൻ അതാണ് കേട്ടാ, മേൽനോട്ടക്കാരനാണ്. സകല സംഗതികളും അവന്റെ ആധിപത്യത്തിലാണ്, അവന്റെ നിരീക്ഷണത്തിലാണ്. അള്ളാഹുവിന്റെ ഒരു സർവൈലൻസ് എല്ലായിടത്തും ഉണ്ടെന്ന് അർത്ഥം. അതാണ് ഹൈമനത്ത് കേട്ടാ. അൽ മുഹൈമിൻ മേൽനോട്ടക്കാരാണ്. അൽ അസീസ്, അൽ അസീസ് എന്ന് പറഞ്ഞാല് അജയ്യനാണ്, അവനെ തോൽപ്പിക്കാൻ ആർക്കും ആവൂല. സകല ആധിപത്യവും അവനാണെന്ന് അർത്ഥം. അസീസ് എന്ന് പറഞ്ഞാല് റെസ്പെക്റ്റും ഉണ്ട്, അതോടൊപ്പം എന്തുണ്ട്, അവന് മറ്റാർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്തത്ര ഒരു പ്രതാപവും അവനുണ്ട്. അതാണ് അസീസ്. അതൊക്കെ അള്ളാന്റെ പേരാണ്. അതാണ് അബ്ദുൽ അസീസ്. എന്താ ഇസ്സത്ത്, ഇസ്സത്ത് എന്നുള്ള പദത്തിനാണ് അസീസ്. അൽ ജബ്ബാർ, ജബ്ബാർ അബ്ദുൽ ജബ്ബാർ കേട്ടല്ലേ. അൽ ജബ്ബാർ എന്ന് പറഞ്ഞാല് ജബർ എന്ന് പറഞ്ഞാല് പരമാധികാരി എന്നർത്ഥം കേട്ടാ. സകല അധികാരത്തിന്റെയും അല്ലെങ്കിൽ സകലതും അടക്കി ഭരിക്കുന്നവനാണ് അള്ളാഹു. ശരിക്കും ജബർ എന്ന് പറഞ്ഞാല് ഒരു സംഗതിനെ ബലം പ്രയോഗിച്ചിട്ട് ശരിയാക്കണതിനാണ് ജബർ എന്ന് അറബി പറയാ. ജബറൂത്ത് എന്ന് പറയും. ജബറൂത്ത് എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ചിട്ട് ശരിയാക്കുക. ചില ആളുകളെ കുറിച്ച് ഈ വളരെ കടക്കായിട്ടുള്ള ആളുകളെ കുറിച്ച് അറബിയിൽ പറയുന്ന പദം അവനൊരു ജബറൂത്താണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ, അവനങ്ങോട്ട് ഒരു കാര്യം അങ്ങോട്ട് ഏറ്റെടുത്ത് അത് അങ്ങോട്ട് പോയിട്ട് ബലം പ്രയോഗിച്ചിട്ടാണ് നടപ്പാക്കും. അങ്ങനെയുള്ളതാണ്. അതെന്നാണ് അൽ ജബ്ബാർ വരുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സകലതിനെയും അതെ 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 ഉറുദുവിൽ പറയുന്നുണ്ട് അതന്നെ. അപ്പോ അതാണ് അൽ ജബ്ബാർ കേട്ടാ, സകലതിനെയും അടക്കി ഭരിക്കുന്നവൻ. പിന്നെ അൽ മുതക്കബ്ബിർ, അൽ മുതക്കബ്ബിർ എന്ന് മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഹങ്കാരി എന്നാണ്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞാൽ ഏറ്റവും നല്ല ഔന്നത്യമുള്ള ആള്. കാരണം അള്ളാഹ്ക്ക് അങ്ങനെ അഹങ്കരിക്കാൻ, മനുഷ്യനെ അഹങ്കരിക്കാനുള്ള വകുപ്പില്ല. കാരണം എന്താ, മനുഷ്യൻ ദുർബലനാണ്. പക്ഷെ അള്ളാഹ് അഹങ്കരിക്കല്ല, അവന്റെ ഔന്നത്യം പ്രകടിപ്പിക്കുന്നു. ഔന്നത്യത്തിന്റെ ഏറ്റവും ടോപ്പ് അതിനാണ് മുത്തക്കബിർ എന്ന് പറയാം. കെബുറ, കബീർ കേട്ടല്ലേ, കബീർ, കിബിർ, കിബിർ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അറബിയാണ് പക്ഷെ മലയാളമായ പദമാണത് കിബിർ. അതിൽ നിന്നാണ് മുത്തക്കബിർ, ഏറ്റവും ഉന്നതമായ പദവിയുള്ള ആളെന്നർത്ഥം. സുബ്ഹാനല്ലാ, അള്ളാഹു ഏറെ പരിശുദ്ധനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഏറ്റവും പരിശുദ്ധനാണ്. ഈ സുബ്ഹാനല്ലാ എന്നുള്ളത് തന്നെ ഒരു പ്രാർത്ഥനയാണെന്ന് ഞാൻ പല പ്രാവശ്യം എപ്പോഴും ഞാൻ പറയാറുണ്ട്. എന്തുകൊണ്ടത് സുബ്ഹാനല്ലാ എന്നുള്ളത് അള്ളാഹുവിന്റെ കുറവുകളില്ലായ്മയെ നമ്മൾ വാഴ്ത്തുകയാണ്, അവന്റെ പൂർണ്ണതയെ നമ്മൾ വാഴ്ത്തുകയാണ്. എന്ന് പറഞ്ഞാൽ സകല ന്യൂനതകളിൽ നിന്നും മുക്തനായവനാണ് അള്ളാഹു. നമുക്ക് ന്യൂനതയുണ്ട്, അത് നമ്മൾ ഏറ്റുപറയണം അള്ളാഹുവിനെ നമ്മൾ സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ കേട്ടോ. അപ്പൊ സുബ്ഹാനല്ലാ എന്ന ദിക്ർ ഏറ്റവും പ്രധാനപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പദമാകാനുള്ള കാരണം നമ്മൾ അള്ളാഹുവിന്റെ ന്യൂനതകൾ ഇല്ലാത്ത അവസ്ഥയെ എടുത്തു പറയുന്നു, നമ്മുടെ ന്യൂനതയെ നമ്മൾ ഏറ്റുപറയുന്നു. എന്നിട്ട് പറയാണ് ആ ന്യൂനതയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ പറയുന്നു. അത് ഞാൻ ആനുഷംഗികമായി പറഞ്ഞാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശം സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്ന സകലതിൽ നിന്നും അള്ളാഹു എന്താണ്, പരിശുദ്ധനാണ്. ഹുവല്ലാഹു, അവനാണ് അള്ളാഹു. അൽ ഖാലിഖ്, അവൻ ആരാണ്, അൽ ഖാലിഖ് സൃഷ്ടാവാണ്. ഖലഖ, സൃഷ്ടിച്ചവനാണ്. ഈ പിന്നെ പറയുന്നത് അൽ ബാരി. ആ ബാരി എന്ന് പറഞ്ഞാല് അത് നടപ്പാക്കിയവനാണ്. അതായത് ബറാഅത്ത് എന്ന് അറബി പറയുമ്പോൾ എന്തിന്, ഒരു ഇന്നോവേഷൻ നടത്തിയ ആള്, ഒരു പുതിയ സംഗതി ഉണ്ടാക്കിയ ആള്. ഇപ്പൊ നമ്മൾ നോക്കും, നമ്മളും അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം. ഈ ഭൂമിയിൽ ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോക്കറ്റ് സയൻസ്, പിന്നെ ചാറ്റ് GPT, കുന്തം, കുടച്ചക്രം, ഒരുപാട് സംഗതി ഉണ്ട് അല്ലെ. പക്ഷെ ഈ സംഗതിയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കണ എവിടുന്നാ, ഈ ഭൂമിയിൽ തന്നെ ഉള്ള വസ്തുക്കൾ വെച്ചിട്ടാണ്. നമ്മൾ റോബോട്ട് ഉണ്ടാക്കുന്നു. റോബോട്ട് ഉണ്ടാക്കാനുള്ള മൂലധാതു വസ്തുക്കൾ എവിടെന്നാ കിട്ടുക, ഈ ഭൂമിയിൽ നിന്ന് വേണം. നല്ല ഐഫോൺ ഉണ്ടാക്കുന്നു. ഐഫോൺ ഉണ്ടാക്കാനുള്ള എയർക്രാഫ്റ്റ് അലൂമിനിയം എവിടെ നിന്ന് കിട്ടണം, ഈ ഭൂമിയിൽ നിന്ന് കിട്ടണം അല്ലെ. വലിയ ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നു, വലിയ റോക്കറ്റ് ഉണ്ടാക്കുന്നു, മനോഹരമായ മറ്റു പലതും, കമ്പ്യൂട്ടറും ടെലിവിഷനും ഇതൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ എല്ലാം ഉണ്ടാക്കുന്നത് ഈ ഭൂമിയിൽ തന്നെ നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഗതി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതാരുണ്ടാക്കി, അതാണ് അൽ ബാരി എന്ന് പറഞ്ഞ അർത്ഥം. അൽ ബാരി, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവൻ. ഖാലിഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും
ഒരു രൂപകൽപ്പന, അതായത് ഒരു കൃത്യമായ സൃഷ്ടി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതാണ് ഖാലിഖ്. ബാരി എന്ന് പറഞ്ഞാല് ഇല്ലായ്മയിൽ നിന്ന് അതിനെ സൃഷ്ടിക്കുന്നു. മനസ്സിലായോ? ബറാഅത്ത് അതാണ്. ബറാഅത്ത് എന്ന് ഞാൻ പറഞ്ഞു എന്താണ്? ഇന്നോവേഷൻ അല്ലെങ്കിൽ ഇൻവെൻഷൻ, അല്ലെ? ഇൻവെന്റ് ചെയ്യുക. ശരിക്കും മനുഷ്യന്മാർ ഒന്നും ഇൻവെന്റ് ചെയ്യുന്നില്ല. മനുഷ്യന്മാരെന്തേ ചെയ്യുന്നുള്ളൂ? കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ഒരു സംഗതി, നേരത്തെ ഉള്ള ഒരു സംഗതി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ശരിക്കും ഇൻവെൻഷൻ നടത്തുന്ന ആരാ? അള്ളാഹുവാണ്. ഇരുമ്പും അലൂമിനിയവും ഹീലിയവും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളും ഇവിടുത്തെ മൂലകങ്ങളിൽ നിന്നാണ് മനുഷ്യരുണ്ടാക്കുന്നത്. പക്ഷെ ഇത് ഇവിടെ സൃഷ്ടിച്ചു വച്ചവൻ എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നത്? ബാരി എന്ന് പറയുന്നത്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് സൃഷ്ടാവ്. ബാരി എന്ന് പറയുമ്പോൾ ആ പുതുതായി ഒരു സംഗതിയെ നിർമ്മിക്കുന്നവൻ. അൽ മുസവ്വിർ. മുസവ്വിർ ഫോട്ടോഗ്രാഫർക്ക് പറയും, അല്ലെ? സൗവറ, സൂറ കേട്ടല്ലോ? സൂറ, അതാണ് മുസവ്വിർ. ഒരു സംഗതിയെ രൂപകൽപ്പന ചെയ്യുന്നവൻ. മനുഷ്യരെത്ര മനോഹരമായി രൂപകൽപ്പന ചെയ്തത് അള്ളാഹുവാണ്. ഈ പ്രപഞ്ചത്തെ എത്ര മനോഹരമായി രൂപകൽപ്പന ചെയ്തത് അള്ളാഹുവാണ്. ഈ ഭൂമിയിലെയും പ്രപഞ്ചത്തിലെയും സകല വസ്തുക്കളെയും ഇത്ര മനോഹരമായി രൂപകൽപ്പന ചെയ്തവൻ അവനാണ്. അതാണ് അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ലഹുൽ അസ്മാഉൽ ഹുസ്ന. അവനാണ് ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇസ്മിന്റെ ജമാണ് അസ്മാ എന്ന് പറഞ്ഞാല് പേരുകള്, നാമങ്ങള്. ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ അവനുള്ളതാണ്. യുസബ്ബിഹു ലഹു. അവനെ വാഴ്ത്തുന്നു, അവന്റെ പരിശുദ്ധി, അവന്റെ പൂർണ്ണതയെ പ്രകീർത്തിക്കുന്നു. മാഫിസ് സമാവാതി വൽ അർള്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അവന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നു. വഹുവൽ അസീസ്. അവൻ അസീസാണ്, അജയ്യനാണ്. അൽ ഹക്കീം. യുക്തിജ്ഞനാണ്, അഭിജ്ഞനാണ്. എന്ന് പറഞ്ഞാല് അവന്റെ യുക്തിയിൽ നിന്ന്, അവന്റെ ഹിക്മത്തിൽ നിന്ന് യാതൊന്നും മറഞ്ഞു പോയിട്ടില്ല. അങ്ങനത്തെവനാണ് അവൻ. ഓക്കെ. അപ്പൊ നമ്മള് ഈ സൂറത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയാണ്. ഈ 3 ആയത്തുകൾ ഞാൻ പറഞ്ഞു. ഇത്രയൊന്നും വിശദീകരിച്ചാൽ ഇത് പോരാന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഇത്രയാണ് ഇത് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ചുകൂടി ഈ പദങ്ങൾ ഓരോന്നും ഒരാള് അള്ളാഹുവിന്റെ ഈ 99 നാമങ്ങൾ മനഃപ്പാടമാക്കിയിട്ട് അത് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു കൊടുക്കും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ, ഇപ്പൊ നമുക്ക് മുഴുവൻ നാമങ്ങളും അറിയില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു രീതിയുണ്ട്. ഉദാഹരണത്തിന് നമ്മള് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവെ നമ്മളൊരു ദുർബലമായ ഒരു അവസ്ഥ, അത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ അത്തരം നാമങ്ങൾ കണ്ടുപിടിക്കുക. അതായത് അള്ളാഹു ശക്തനാണ്, അള്ളാഹു കീഴ്പ്പെടുത്തുന്നവനാണ് എന്ന നാമം എടുത്ത് പറഞ്ഞിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. മനസ്സിലായോ? നമുക്ക് ഒരു അസുഖം വരികയാണ്, അപ്പൊ നമ്മൾ അള്ളാഹിനോട്, അള്ളാഹു നീ ഷാഫിയാണ്, അല്ലെ? അതല്ലേ പറയുന്നത്, അള്ളാഹുമ്മ ഇന്നക അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക. പിന്നെ നമുക്ക് ദാരിദ്ര്യം മനസ്സിലാണ്. പക്ഷെ ചിലപ്പോൾ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ പറയണം, അള്ളാഹു ഇന്നക അൻതൽ ഗനി. നീ ധനികനാണ്, നീ ഐശ്വര്യവാനാണ്, നിന്റെ അടുത്താണ് ദുനിയാവിന്റെ മുഴുവൻ ഖജരാവുള്ളത്. ആ ഖജരാവിൽ നിന്ന് നീ കുറച്ച് എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മള് അള്ളാഹിന്റെ കാരുണ്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ എടുത്തിട്ട് പറയാം. നമ്മള് അള്ളാഹുവിന്റെ നമുക്ക് സംഭവിച്ച ഒരു വീഴ്ചയെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഇന്നക അൻത ഗഫൂർ, നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. എന്റെ അടുത്ത് പാപം സംഭവിച്ചു പോയി, അതുകൊണ്ട് ആ പാപം എനിക്ക് പുറത്തു തരണം. നമുക്ക് അപ്പൊ ഏതാണോ നമ്മുടെ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ച് അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോ 40 വർഷം അയ്യൂബ് നബി അലൈഹിസ്സലാം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമയും അതുപോലെ കുറെ കാലം കാത്തിരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഉത്തരം കിട്ടിയ ആളുമുണ്ട്, അല്ലെ? മൂസാ നബിയുടെ ഉമ്മാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. മൂസാ നബീനെ പുഴയിൽ ഒഴുക്കി. പക്ഷെ അടുത്ത് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ മൂസാ നബീനെ തിരിച്ചു കൊടുത്തു. പക്ഷെ യാക്കൂബ് നബീനയുടെ മകൻ യൂസുഫ് നബീനെ കൊണ്ട് മക്കള് പോയി 40 കൊല്ലം കഴിഞ്ഞിട്ടാ തിരിച്ചു കിട്ടിയ, അല്ലെ? അപ്പോ പ്രാർത്ഥനക്ക് യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ചു, അപ്പൊ തന്നെ അള്ളാഹ് ഉത്തരം കൊടുത്തു. പക്ഷെ ചില നബിമാർക്ക് തീരെ ഉത്തരം കിട്ടിയിട്ടില്ല. അവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് നബിമാര്. അപ്പോ ഇതൊക്കെ പതിവാണ്. പ്രാർത്ഥനക്ക് ഉത്തരം പല രൂപത്തിൽ അള്ളാഹ് നൽകുക. ഒന്നും
ഈ ലോകത്ത് ഒരു പ്രാർത്ഥനക്കും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കണ്ട. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഇതുപോലെ അള്ളാന്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞാണ് പ്രാർത്ഥിച്ചെങ്കിൽ നാളെ പരലോകത്ത് അതിന്റെ ഉത്തരം റെഡി ആയിരിക്കും. ഒരു പക്ഷെ ഈ ലോകത്ത് കിട്ടുന്ന എല്ലാ ഉത്തരത്തെക്കാളും നല്ലത് അവിടെ കിട്ടുന്ന ഉത്തരവായിരിക്കും. അപ്പൊ ഓക്കെ, നമ്മൾ ഇതിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. അപ്പോ ഈ നാമങ്ങള് മനപ്പാടമാക്കുക, അള്ളാഹുവിന്റെ നാമങ്ങൾ കഴിയുന്നത്ര ഈ പേരുകൾ, ഈ ആയത്തുകൾ മനപ്പാടമാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പേരുകൾ ഓർമ്മ വരും. ഇതിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ കുറച്ച് എത്രയാണ്, 10, 13, 20 അത്ര പേരുകളുണ്ട്, ഞാൻ എണ്ണിയിട്ടില്ല. 99 നാമങ്ങൾ വേറെ ഹദീസിലൊക്കെ വന്നതുണ്ട്. ചില വീടുകളിൽ അത് ഫ്രെയിം ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഫ്രെയിം ഇട്ട് വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ അകത്തേക്ക് നോക്കിയിട്ട് അതിന്റെ അർത്ഥം എന്താണ്, അത് ഏത് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നറിയാത്തവരാണ് അത് ഫ്രെയിം ഇട്ട് പലരും വച്ചിരിക്കുന്നത്. ഹൃദയത്തിലാണ് ഫ്രെയിം ഇട്ട് വെക്കേണ്ടത്. അള്ളാന്റെ നാമങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഫ്രെയിം ഇട്ട് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൃത്യമായി ഓർത്തെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ ഒരു ഫലം ഉണ്ടാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ നന്നായി മനസ്സിലാക്കുകയും ഇത് നമുക്ക് അവസാനിപ്പിച്ചിട്ട് കുറച്ചു നേരം കാമത്ത് കൊടുക്കുന്നവരെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാമത്ത് കൊടുക്കുന്നവരെ